ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഗുഡ് ഈവനിങ് മാം. എല്ലാവർക്കും സുഖാണോ? ഓക്കെ, സുഖാണ് എല്ലാവർക്കും. എങ്ങനെയാണ് ഇന്നത്തെ ദിവസമൊക്കെ? അടിപൊളിയായിരുന്നോ? മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു. യെസ്. എന്തിനാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്? നല്ല മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടി. ഓക്കെ, മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടി. ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഈ ഒരാൾ മാത്രമേ സംസാരിക്കും, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഫൈസ മാം, യു ആർ ആൻ ഇൻസ്പിറേഷൻ ഫോർ അതേഴ്സ്. അസൂയ എവിടെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ നോക്കാൻ വേണ്ടിട്ടാ. അങ്ങനെയാണല്ലേ? അപ്പൊ ഗുഡ്. എല്ലാവരും പോസ്റ്ററൊക്കെ അടിപൊളിയായിട്ട് നോക്കിയിട്ടുണ്ടെന്ന് ഉറപ്പായി. ഭയങ്കര സന്തോഷായി. മാമിന് അടിപൊളിയായിട്ടാലോ? അടിപൊളിയാലോ? താങ്ക് യു സോ മച്ച്. ആക്ച്വലി ആ ഒരു ടോപ്പിക്കും കൂടി ഇന്നത്തെ സെഷനിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഫൈസ മാം എന്ത് ബിഗിനിങ് ഇറ്റ്സ് എ ഗോൾ അടിച്ചു, ഒന്നും പറയണ്ട. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് വെയിറ്റ് ചെയ്യണോ അതോ ഷാൽ വി മൂവ് ടു അവർ സെഷൻ? എന്താ വേണ്ടത്? 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാലോ മാം, മറ്റുള്ളവർക്കും വേണ്ടി. വാവ് വാവ് വാവ്, ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലേ? നേരത്തെ വരുന്നു എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തൂടെ ഇങ്ങോട്ട് പറയുന്ന. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് റിയലി ലവ് മൈ കമ്മ്യൂണിറ്റി. സൂപ്പർ. മാമിനെ കാണുമ്പോ ഉണ്ടല്ലോ വല്ലാത്ത ആശയങ്ങളും സംസാരങ്ങളും ഉദിക്കും. അത് മാമിന്റെ പവറാട്ടോ അത്. എനിക്ക് വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് അല്ലേ? ഞാനിങ്ങനെ സംസാരിക്കാറില്ല മാം, ബട്ട് മാമിനെ കാണുമ്പോ ഒരു പ്രത്യേക ഊർജ. അത് എന്താന്ന് അറിയില്ല എനിക്ക്. താങ്ക് യു. അതെന്താന്ന് കൂടി നമ്മൾ ഇന്ന് പഠിക്കും. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഏകദേശം ലാസ്റ്റ് എത്തിയിരിക്കുകയാണ് അല്ലെ? എൻഡ് ഓഫ് ദ ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് കണ്ട പണികളും ആൾക്കാരെയും എല്ലാം കൂടി കണ്ട് സഹിച്ച് ഇന്നത്തെ പവർ മൊത്തം പോയ നിങ്ങള് ചാറ്റ് ബോക്സിലൊന്ന് പവർ എന്ന് എഴുതിയേ നോക്കട്ടെ, എത്ര പേർക്ക് പവർ ഉണ്ടെന്ന്. ഇന്നത്തെ സെഷന് എത്ര പേർക്ക് പവർ ഉണ്ട്, എനർജി ഉണ്ട് നോക്കട്ടെ. പവർ എന്ന് ടൈപ്പ് ചെയ്തേ. ആർക്കും പവർ ഇല്ലേ? ഓക്കെ, താങ്ക് യു വഷിത മാം. പവർന്ന് ടൈപ്പ് ചെയ്യ. യെസ്, അതാണ്. എന്തിനാണെന്നറിയോ? എനിവേ വി ഓൾ നോ, ഇത് നമ്മളൊരു ഡേ ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ ഒരു എനർജി ഒക്കെ ഏകദേശം ഡ്രെയിൻ ആയിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് യുവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ? ഇല്ല. ഒക്കേഷണലി ഇല്ല. ഉണ്ട്. ഓക്കെ. ചിലവരെ ജീവിതം കാണുമ്പോ ഇതുപോലെ ആയിരുന്നെങ്കിലും തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ തോന്നാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇല്ല, ഉണ്ട്, ഇല്ല, ഒക്കേഷണലി എല്ലാം ഉണ്ട് അല്ലെ? എല്ലാരും കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. സൂപ്പർ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്റ്റിൽ there may be somebody who don't know me. അത് അവർക്ക് വേണ്ടിയിട്ട് ഐ എം ലൈല നസീം, a personal impact coach and a public speaking trainer. ഇന്നത്തെ നമ്മുടെ വിഷയം ജലസി, അസൂയ. നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ? അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ജലസി? സഹിഷ്ണുത അല്ലേ മാം ജലസി? വാവ്, വലിയ കടുകട്ടി വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ. സഹിഷ്ണുത അല്ലേ? കുറച്ച് സിമ്പിൾ ആയിട്ട് പറയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ ഇവിടെ? എനിബഡി? നമ്മളൊക്കെ സിമ്പിൾ ആൾക്കാരാ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒന്നും ഡെഫിനിഷൻ അല്ലാതെ ഒരു നല്ലൊരു രീതിയിൽ ആർക്ക് പറയാൻ പറ്റും? വാട്ട് ഇസ് ജലസി? എന്താണ് അസൂയ? മറ്റുള്ളവരുടെ വളർച്ച ഇഷ്ടപ്പെടാത്തത്. ഒരാള് മറ്റുള്ളവരുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത. ഏതൊരു സിനിമയിലില്ലേ മഞ്ജു വാര്യർ പറയുന്നത്, മറ്റുള്ളവർക്ക് നല്ലത് കാണുമ്പോ ഈ ഭാഗത്തൊരു വേദന തോന്നുന്നുണ്ട് അല്ലേ? അതാണോ ജലസി? മറ്റുള്ളവരോടുള്ള കുശുമ്പ്. ഓക്കെ, ജലസി എന്ന് പറഞ്ഞാല് 2 വേർഡ്സ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ 2 വേർഡ്സ് ഉണ്ട്. മലയാളത്തിൽ അതിന് അസൂയ എന്ന് മാത്രമേ വേർഡ് ഉള്ളൂ. ഇംഗ്ലീഷിൽ അതിന് ജലസി എന്നുണ്ട്, രണ്ടാമത്തെ വേർഡ് എൻവി എന്നുണ്ട്. ജലസി എന്നുണ്ട്, എൻവി എന്നുണ്ട്. ENVY, എൻവി, 2 എണ്ണം. ഓക്കെ, അതില്
ഓക്കെ. ജലസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് കാറില്ല. ആബിദാമെന്ന് നമുക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഓക്കെ. ജലസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് കാറില്ല. ഓക്കെ, എൻ്റെ അയൽവാസിക്ക് ഒരു കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവള് കാറൊക്കെ വാങ്ങിയല്ലേ, എനിക്കും ആ കാർ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഓടിച്ചെന്നെ ഇവിടെയൊക്കെ പോകായിരുന്നു. എനിക്കും കാറ് വേണം. ദാറ്റ് ഈസ് ജലസി. എൻവി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവള് കാറ് വാങ്ങിയാ, അവൾക്ക് കാറ് വാങ്ങാണ്ട ഇതൊക്കെ ആയോ? അവളെ കാട്ടി എത്ര സ്ഥാനത്ത് നിൽക്കുന്നവളാ ഞാനൊക്കെ അല്ലേ കാർ ആദ്യം വാങ്ങേണ്ടത്. അവൾക്ക് കാറിന്റെ ആവശ്യം എന്താ? ഞാനാ കാർ വാങ്ങേണ്ട ആള്. രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? അവൾക്കുണ്ട്. അതേപോലെ സാധനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെ, എനിക്കും വേണമായിരുന്നു. രണ്ടാമത്തെ എന്താണ്? അവൾക്ക് വേണ്ട, ഞാനാണ് അതിന് അർഹതപ്പെട്ടത്, എനിക്കാണത് വേണ്ടത്. സോ രണ്ടും മലയാളത്തിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് അസൂയ. ഇംഗ്ലീഷില് ആദ്യത്തേന് ജലസ്യം, രണ്ടാമത്തേന് എൻവി എന്നാ പറയാം. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ നിങ്ങളുടെ ജീവിതത്തില് എപ്പോഴാണ് നിങ്ങൾക്ക് അസൂയ തോന്നിയത്? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു അസൂയ തോന്നിയത്? എനിക്ക് ചിലപ്പോ സ്വർണ്ണമൊക്കെ കാണുമ്പോ അസൂയ തോന്നുന്നു. സൂപ്പർ. അടുത്താള്. ഐ എം സോ ഹാപ്പി that people are openly speaking up. I am so happy. അടുത്താള്. കേട്ടില്ല. നമ്മള് പഠിക്കുന്ന സമയത്ത് പഠിക്കാതിരുന്ന കുട്ടി നമ്മള് ബാക്കോട്ടായി, അവരിപ്പൊ നല്ല ഹൈ പൊസിഷനിൽ എത്തുമ്പോ നമുക്ക് പടച്ചോനെ അവര് എവിടെയോ എത്തി, നമ്മളെങ്ങനെ ഇവിടെ എത്തത്രേന്നുള്ള ഒരു ചെറിയ കുശുമ്പ്. ലൈസൻസ് എടുക്കാൻ പോകുമ്പോ മറ്റുള്ളവർക്ക് കിട്ടി, നമ്മളത് ഫെയിൽ ആകുമ്പോൾ ചെറിയൊരു സങ്കടം. യെസ്. വേറെ അപ്പൊ ഇപ്പൊ ഗോൾഡ് വന്നു. സ്കൂളിലെ കുട്ടി, മറ്റേ കുട്ടി പഠിച്ചിട്ട് അല്ല, പഠിക്കാതെ തന്നെ ഇന്ന് ജീവിതത്തിൽ ഉയർച്ച നേടിയപ്പോ തോന്നുന്ന അസൂയ വന്നു. ഓക്കെ, ലൈസൻസ് എടുത്തിട്ട് ഫെയിൽ ആയപ്പോൾ ഓക്കെ എല്ലാം ആയി. പിന്നെന്താ, എനിക്ക് കിട്ടിയതിന് ബെറ്റർ ആയി മറ്റേ ആൾക്ക് കിട്ടിയതിൽ. ഓക്കെ, പാട്ട് പാടുമ്പോൾ കേൾക്കുമ്പോൾ വാവ്, ഫാമിലി ലൈഫ്, സൂപ്പർ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല ഡയറക്ഷനിലും നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നാറുണ്ട് അല്ലേ? പലതിലും. മേ ബി നമ്മൾ ചില ഡ്രസ്സ് കാണുമ്പോൾ തോന്നും, ഷോ അതേപോലത്തെ ഒരു ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഹാൻഡ് ബാഗ് ഒക്കെ അല്ലേ, ഹാൻഡ് ബാഗ്, എന്താ ഹാൻഡ് ബാഗ്, അതെനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും വേണമായിരുന്നു അത്. അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, ചിലവര് അവള് ഇതൊക്കെ പഠിച്ചു, അതേപോലെ എനിക്കും പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇനി എല്ലാം പോട്ടെ, നമ്മള് ജോലി സ്ഥലത്ത് നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നില്ല, മറ്റേ ആൾക്ക് പ്രൊമോഷൻ കിട്ടുന്നു. ഇവൾക്കൊക്കെ എങ്ങനെയാ ഈ പ്രൊമോഷൻ കിട്ടുക, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ. ഇതൊക്കെയാണ് ജലസി. നമ്മുടെ ജീവിതത്തിൽ പല ഏരിയാസിലും നമുക്ക് ഇതേപോലെ തോന്നാറുണ്ട്. റൈറ്റ്? നിങ്ങൾക്കറിയോ, ഒരു കുട്ടി ജനിച്ചിട്ട് അതിന് നേരെ ചൊവ്വേ ബോധം വരുന്നതിന് മുന്നേ തന്നെ ഈ ജലസി എന്ന് പറഞ്ഞ സംഭവം അവരുടെ ഉള്ളിലുണ്ട്. അവർക്കറിയില്ല അത് ജലസി ആണെന്നോ എൻവി ആണെന്നോ അവർക്കറിയില്ല, പക്ഷെ അവരുടെ ഉള്ളിലുണ്ട്. ഡു യു എഗ്രി വിത്ത് ദാറ്റ്? എഗ്രി ചെയ്യുന്നുണ്ടോ? ചെറുതായിരിക്കുമ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ചെറുതായിരിക്കും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മള് മറ്റേ മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയോട് തോന്നും, ഇതെന്താ ഉമ്മാക്ക് ഇവളോട് മാത്രം ഒരു സ്നേഹം, എന്നോടില്ലേ, അതൊരു ജലസി. അല്ലെങ്കിൽ ചെറിയ കുട്ടിക്ക് തോന്നാം, ഞാനല്ലേ ചെറിയത്, അവളോട് എന്താ ഇത്ര സ്നേഹം, അല്ലെങ്കിൽ അവൾക്ക് എന്താ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എ ജലസി. അപ്പൊ ഒരു കുട്ടിക്ക് നേരെ ബോധം വെക്കുന്നതിന് മുന്നേ തന്നെ ഇതൊരു ഇൻബോൺ ആയി കിടക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? യെസ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് അസൂയ തോന്നിയത്? നമ്മളെക്കാളും നമ്മളെ മുതിർന്നവരെ സ്നേഹിക്കുന്ന കാണുമ്പോ. നമ്മളെക്കാളും നമ്മൾ മുതിർന്നവരെ സ്നേഹിക്കുന്ന കാണുമ്പോ തോന്നിയിട്ടുണ്ട്. യെസ് മാം, കറക്റ്റ്. നോ ഐഡിയ. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വി ഹാവ് ദിസ് ഫീലിംഗ് ഇൻ us. സോ ദാറ്റ് ഷോസ് ദാറ്റ് എന്താണ്, അതൊരു ഇൻബോൺ ആയിട്ട് നമുക്ക് മനുഷ്യന്മാർക്കുള്ള ഒരു ഫീലിംഗ് മാത്രമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ?
ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ കുറച്ച് സമയം മ്യൂട്ട് ചെയ്യുന്നുണ്ട്. മ്യൂട്ട് ആയിരുന്നു അല്ലേ, സോറി. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ വി ആർ ഹാവിങ് ദിസ് ഇൻബോൺ ഫീലിംഗ് ഓഫ് ഫീലിംഗ് ജലസി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? ഇവിടെ ഓൾറെഡി സാലിഹ മാം എഴുതി നോ ഐഡിയ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഐഡിയ ഉണ്ടോ? എന്തായിരിക്കും നമുക്കിങ്ങനെ ജലസി ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം, ഒരു റൂട്ട് കോസ് എന്തായിരിക്കും? അറിയില്ല. മാതാവിനുണ്ടായിട്ടുകൊണ്ടാണോ മാം? മാതാവിനുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ. ഓക്കെ, കുഞ്ഞുങ്ങളെ കാര്യം നമുക്ക് ഓക്കെ അവിടെ വെക്കാം, കാരണം അവർക്ക് ഏതായാലും അറിഞ്ഞുകൂടാ അവർ കാണിക്കുന്ന ജലസി ആണെന്നോ എൻവി ആണെന്നോ അവർക്ക് അറിഞ്ഞുകൂടാ. ലീവ് ദാറ്റ്. നമുക്ക് തന്നെ തോന്നുന്ന ഈ ഒരു ജലസി ഹോർമോൺ ഇംബാലൻസ് ആയിരിക്കാം. അടിപൊളി, നല്ല സുഖാണല്ലേ. നമ്മൾ സ്ത്രീകൾക്ക് പറയാൻ പറ്റിയ ഒരു സംഭവമാണ്. എനിക്ക് മൂഡ് സ്വിങ്സ് ആയിരുന്നു, എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ആയിരുന്നു, അല്ലേ? നല്ല സംഭവമാണ്. ക്യാൻ ബി ഓക്കെ. സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ട് ഓക്കെ. എൻവയറമെന്റ് സർക്കംസ്റ്റാൻസസ് ഫൈൻ, അതായത് നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അത് സ്വാഭാവികമല്ല മാം, എല്ലാവരിലും ഉള്ള ഒരു ഫീലിങ്സ് അല്ല അത് അസൂയ എന്ന് പറയുന്നത്. ഏതൊരാൾക്കും ഉണ്ട്, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവമാണ്. മെയിൻലി 2 കാരണം കൊണ്ടാണ്. അവനവനെ കുറിച്ച് ബോധമില്ലാത്തോണ്ട്. കറക്റ്റ്. ആരത്? മുനീറ. യെസ്, ഓക്കെ. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ലോ എസ്റ്റീം കൊണ്ടാണ്. അതായത് എനിക്ക് തന്നെ തോന്നാ ഞാനത്ര പോരാ, അപ്പോൾ എനിക്കത് കിട്ടാത്തത് ഞാനത്ര പോരാഞ്ഞിട്ടാണോ എന്നുള്ള ആ ഒരു ലോ സെൽഫ് എസ്റ്റീം കൊണ്ട് യു ഫീൽ ജലസ്. അവർക്കൊക്കെ അത് കിട്ടണമെങ്കിൽ അവരെന്തോ ഉണ്ടല്ലോ, അവർക്ക് എന്തോ കഴിവുണ്ട്, എനിക്കത് ഇല്ല അല്ലേ, ആ ഒരു ഫീലിംഗ് കൊണ്ട് യു ഫീൽ മോർ ജലസ്. സെക്കൻഡ് വൺ, യു ആർ ഹാവിങ് ഇൻസെക്യൂരിറ്റീസ്. ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പേടി അല്ലെങ്കിൽ ആൻസൈറ്റി. അതായത് നമ്മൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ട്, ഓക്കെ, യു ആർ വർക്കിംഗ്. പെട്ടെന്ന് നിങ്ങളുടെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ഒരാൾ കയറി വരുന്നു, അയാളാണെങ്കിൽ അടിപൊളി. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാ ജോലിയും ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ എനിക്ക് കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷം. ദെൻ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് സഡൻലി ഇയാള് വല്ലാണ്ട് പ്രശസ്തി നേടാൻ തുടങ്ങി. ദാറ്റ് ഈസ് ബാക്കിയുള്ളവർ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ഇവൻ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്നു, ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര ലൈവ്ലി ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോസിന്റെ ഒരു ശ്രദ്ധ ഈ സബോർഡിനേറ്റിന് കിട്ടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് തോന്നില്ല ഒരു ജലസി? ആ ജലസി എന്തുകൊണ്ടാണെന്നറിയോ? ഫിയർ ആണ്. എന്റെ ജോലി പോവോ, ഇനി ഇവനെ മാത്രം മതിയാവോ, ഇവൻ എന്റെ ജോലിയും കൂടി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എന്റെ കാര്യം ഇവിടെ ഉണ്ടാവോ? മനസ്സിലായോ? സോ 2 തിങ്സ്. ഒന്ന്, നമ്മളെ ലോ സെൽഫ് എസ്റ്റീമും. സെക്കൻഡ് തിങ്, നമ്മളുടെ ആ ഒരു ഫിയറും ആൻസൈറ്റിയും, മറ്റുള്ളവർ നമ്മളുടെ സ്ഥാനം എടുക്കുവോ എന്നുള്ളൊരു പേടി. റൈറ്റ്? അപ്പോ നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ കുറെ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അസൂയ ഉണ്ടായി. അസൂയ ഉണ്ട്, ഓക്കെ. ഇനി അസൂയ മൂത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിബഡി? നമുക്ക് അസൂയ അങ്ങ് മൂത്ത് പിരാന്തായി എന്ന് പറഞ്ഞ സ്ഥിതിയിലെത്തി, എന്ത് സംഭവിക്കും? ഡിപ്രഷൻ, കലിപ്പ്, ഓക്കെ. എനിബഡി എൽസ്? എന്ത് സംഭവിക്കും? വെറുപ്പ് സംഭവിക്കും. യെസ്, സൂയിസൈഡ്. ഓക്കെ. ദേഷ്യം, മൂഡ് സ്വിംഗ്. നമ്മുടെ ആബിദ മാം ഫുള്ള് മൂഡ് സ്വിങ്ങിലും ഹോർമോണൽ ഇംബാലൻസിലാണ്. ഓക്കെ. എന്തൊക്കെ സംഭവിക്കാം ഇവിടെ? പിന്നെ ഇനി ഒന്നും പറയാനില്ല അല്ലേ? ദ അൾട്ടിമേറ്റ് റിസൾട്ട് നമ്മളുടെ അബ്ദുള്ള സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്, സൂയിസൈഡ്. അൾട്ടിമേറ്റ് അസൂയ മൂത്ത് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോ നമുക്ക് അസൂയ ഒരുപാട് കൂടിക്കഴിഞ്ഞാല് നമുക്ക് വല്ലാത്തൊരു ഫിയർ വരും.
ത്രെട്ട് വരും. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്റെ ജോലി പോവോ, എനിക്കൊരു പ്രൊമോഷൻ വെച്ചിരുന്നതാണല്ലോ, ആ പ്രൊമോഷൻ ഇവന് കിട്ടുമോ, അല്ലെ? അല്ലെങ്കിൽ ഉമ്മാക്ക് എന്നെക്കാളും ഇഷ്ടം അവളോടാണോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ത്രെട്ടും ഫിയറും നമുക്ക് കൂടുതലായിട്ടുണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ്, ഈ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴും ഡിപ്രഷനൊക്കെ ആയിരിക്കും, കാരണം എപ്പോഴും ഈ പേടിയിലല്ലേ ഉള്ളത് അമ്മ. ഓക്കെ. സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. വൈ ഫ്രസ്ട്രേറ്റഡ്? ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരാള് പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്ത് ചെയ്തു, ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പോയി. ഓക്കെ, ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പോയിട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ് ആ ഫ്രണ്ടിനെയാണ് പെണ്ണിനെ ഇഷ്ടപ്പെട്ടത്. അൾട്ടിമേറ്റ്ലി അവരുടെ കല്യാണം നടന്നു, എന്റെ കല്യാണം നടന്നുമില്ല. എന്ത് സംഭവിക്കും അവിടെ? എന്താ സംഭവിക്കുക? ഞാൻ എന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് അവന്റെ കല്യാണം നടന്നു, ആ പെണ്ണും അവനുമായിട്ടുള്ള കല്യാണം നടന്നു, എന്റെ കല്യാണം നടന്നുമില്ല. അസൂയ സംഭവിക്കും. വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും അല്ലേ? എന്തായിരിക്കും അവിടുത്തെ ഒരു സിറ്റുവേഷൻ? ഞാനല്ലേ അവനെ കൂട്ടിക്കൊണ്ട് പോയത്, എന്നിട്ട് വാട്ട് ഡിഡ് ഐ ഡു? എന്നോട് തന്നെ യു ഫീൽ അല്ലെ, നമ്മുടെ ആ ലോ എസ്റ്റീം, നമ്മളെ സെൽഫ് എസ്റ്റീം ഇങ്ങനെ ചോർന്നു പോകും അല്ലേ, എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ള ഫീലിംഗ് കൊണ്ട്. സോ ദാറ്റ് ഇസ് ഹൗ യു ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് ഇൻ തിങ്സ്. തേർഡ് തിങ്, നമ്മളെ കോൺസിക്വൻസസ് ഓഫ് ജെലസി ആണ് നോക്കുന്നത്. അതായത് നമ്മള് ജലസി, നമ്മളുടെ അസൂയ കൂടുതലായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന നമ്മൾ നോക്കിയത്. ആദ്യം നമ്മളുടെ ഫിയർ കൂടുന്നു, നമ്മളെ ഫ്രസ്ട്രേഷൻ കൂടുന്നു, മൂന്നാമത് നമ്മളെ ഗ്രീഫ് കൂടുന്നു. ഗ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര സങ്കടം, ഭയങ്കര സങ്കടം. സംതിങ് ലൈക്ക് എന്റെ മോള് വന്നിട്ട് പറയാറുണ്ട്, കൂടെ ഇരിക്കുന്ന ആ പെണ്ണ് എന്നോട് ചോദിച്ച് എഴുതിയിട്ട് അവൾക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് പകുതി മാർക്കേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ കോപ്പി അടിക്കാൻ സഹായിച്ച ആ കുട്ടി ഗോട്ട് ഓൾ A+. എന്നിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച എനിക്ക് അത്ര കണ്ട് മാർക്കില്ല. അപ്പൊ എന്തായിരിക്കും നമ്മളെ ഫീലിംഗ്? ഒരു സങ്കടം ഇല്ല അവിടെ. ആ ഒരു കൈൻഡ് ഓഫ് ഗ്രീഫ് കൂടും, അതായത് സങ്കടം കൂടും. then your jealousy goes high. അടുത്തതാണ് നമുക്ക് ഈഗോ ഉണ്ടാവും. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്ക് പറയാൻ പറ്റും? ആബിദ മാമിന് സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് പറയോ, ഒരു എക്സാമ്പിൾ പറയോ? I am okay, you are not okay. യെസ്, ആ ഈഗോ നമുക്ക് കൂടി വരും. വൈ? നമ്മളിങ്ങനെ അസൂയ മൂത്തിരിക്കല്ലേ. ഈഗോ ഈസ് സെപ്പറേഷൻ. യെസ്, ഈഗോ എല്ലാമാണ്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്താ ഇപ്പൊ സംഭവിച്ചേ? നോബഡി ലൈക്സ് മീ, നോബഡി ഈസ് ദെയർ ഫോർ മീ, വാട്ട് ആം ഐ ഡൂയിങ് എന്നുള്ള ഒരുപാട് ചിന്തകൾ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അസൂയ എന്ന് പറഞ്ഞ സാധനത്തിനെ വളർത്തി വലുതാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് കേടായിരിക്കും, നിങ്ങളുടെ മനസ്സിനും കേടായിരിക്കും, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കേടാകുന്ന ഒരു സംഭവമാണ് ജലസി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? യെസ്. Yes. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അസൂയ എന്ന് പറഞ്ഞത് നല്ലതാണോ ചീത്തയാണോ? മോശമാണ്, നല്ലതാണ്, നല്ലതല്ല. ഓക്കെ, ബാഡ്. ഓക്കെ, ചില കാര്യത്തിന് നല്ലതാണ്. ചില കാര്യം നല്ലതാണ്. ഒന്നും കൂടി ആലോചിച്ചാൽ പലതും കിട്ടും അല്ലെ? ഓക്കെ, അപ്പൊ നല്ലതുമാണ് മോശമാണെന്ന് പറഞ്ഞ രണ്ട് ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് അസൂയ എന്ന് പറയുന്നത് നല്ലതുമാണെന്ന് കുറെ പേര് പറയുന്നുണ്ട്, അത് മോശമാണെന്നും പറയുന്നുണ്ട്. എന്നാലും അത് എങ്ങനെയാ വരുന്നേ? ബാഡാ ഇത് അത് പഠിക്കുന്ന കാലത്തല്ലോ അസൂയ നല്ലതാ. ഓളെക്കാട്ടി കൂടുതൽ പഠിക്കണമെന്നുള്ള അസൂയൊക്കെ നല്ലതാ. കുറച്ച് ഇപ്പോ ഇവിടെ നമ്മളൊരു മാം പറഞ്ഞു, എനിക്ക് മറ്റുള്ളവരെ ഗോൾഡ് കാണുമ്പോൾ അസൂയ തോന്നാറുണ്ട്. ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? ബാഡ്. പക്ഷെ ആക്ച്വലി നമുക്കത് ഒരു ഇതായിട്ട് എടുത്തൂടെ? അവളുടെ കയ്യിൽ ഇത്ര സ്വർണ്ണം ഉണ്ടല്ലേ, എന്നാ എനിക്കും അതേപോലെ കുറച്ചൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കുന്നത് അത്ര ബാഡ് ആണോ? നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് നല്ലതായിരിക്കും.
ഓക്കെ, അപ്പൊ നമുക്ക് ഫുള്ള് മിക്സ് ആയി. ബാഡും ഗുഡും ബാഡൊക്കെ ബാഡാണ്, ബട്ട് നമ്മൾ അറിയാതെ വരുന്നല്ലേ ആ അസൂയ. അയ്യോടാ, ആണോ അബിത മാം? അറിയാതെ വരുന്നതാണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ഗുഡും കുറെ ബാഡും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യേ പറഞ്ഞു, ഈ അസൂയ എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്. റൈറ്റ്? എല്ലാവരുടെ ഉള്ളിലുള്ളതാ. സോ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. എനിക്ക് അസൂയ തോന്നുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമുക്ക് ആ സംഭവം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാ നിങ്ങൾ നോക്കി കാണുന്നത് എന്നിലാണ് കാര്യം ഇരിക്കുന്നത്. അതായത് നിങ്ങൾ ഫുൾ ടൈം ഇരുന്നിട്ട് അവൾക്ക് ഇത്രയും സ്വർണ്ണം ഉണ്ടോ അല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇതേപോലെ നിങ്ങളുടെ വിഷമവും ഫ്രസ്ട്രേഷനും നിങ്ങളുടെ എല്ലാ ശരീരത്തിനും മനസ്സിനും ഒക്കെ കേട് സംഭവിക്കുകയാണെങ്കിൽ നാച്ചുറലി അത് ബാഡാണ്. ബട്ട് ഇവിടെ പറഞ്ഞതുപോലെ അതൊരു ഗോളിലേക്കൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് അല്ലേ? അപ്പോ അസൂയ എന്ന് പറയുന്ന സംഭവം ഇസ് നോട്ട് ബാഡ്. അത് നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതിലാണ് കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഒരു Yes. എക്സാമ്പിൾ പറയാം. നേരത്തെ ഏതായാലും പെണ്ണ് കാണാൻ പോയി, അപ്പൊ അത് കഴിഞ്ഞല്ലോ. നമുക്ക് ഇനി ഒന്ന് ഇന്റർവ്യൂ സ്ഥലത്തേക്ക് പോവാം. എനിക്ക് ഇന്റർവ്യൂവിന് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫ്രണ്ടിനും, എടാ നീ വെറുതെ ഇരിക്കല്ലേ, നീ എന്റെ കൂടെ വാ ഇന്റർവ്യൂവിന്, ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് ഇന്റർവ്യൂ. രസമല്ലേ, ഒന്ന് ആ ഇന്റർവ്യൂവിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമാണ്, ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞ് എന്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ പോകുന്നു. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു, ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു, സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞു, തേർഡ് ഇന്റർവ്യൂവും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. റിസൾട്ട് വന്നു, എന്റെ ഫ്രണ്ടിന് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. എന്തായിരിക്കും? അറ്റാക്ക് വരും. ഓക്കെ, അപ്പൊ നേരത്തെ അവരുടെ കല്യാണം കഴിഞ്ഞതിന് അറ്റാക്ക് ഒന്നും ആർക്കും വന്നില്ല, പക്ഷെ ജോലി പോയി കഴിഞ്ഞാൽ ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പോ ഇന്റർവ്യൂവിന് പോയിട്ട് ഇത്രയും നല്ലൊരു ഫ്രണ്ടിന് അവസാനം ഞാൻ അവനിങ്ങനെ നോക്കൂലേ, ഇവൻ എന്തിന്റെ ആവശ്യത്തിനാ ഞാൻ കൂട്ടിയിട്ട് വന്നേ? ഇവൻ കാരണല്ലേ എന്റെ ജോലി പോയത് അല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. യെസ്, ഇവൻ കാരണല്ലേ ആകെ ഒരു സീറ്റ് ഉണ്ടായത്, ഇവൻ കാരണം എന്റെ ജോലി പോയി, ഇവൻ എന്തിനാ ഞാൻ കൂട്ടിയ, ഇവനാള് ശരിയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് അസൂയാണോ? ആണ് അല്ലേ? ഇവൻ കാരണം എനിക്ക് കിട്ടാത്തത്, ഇവൻ അങ്ങനെയല്ലേ, ഇവൻ ഇങ്ങനെയല്ലേ, എനിക്ക് എന്താ അങ്ങനെ കിട്ടാതെ, ഞാൻ ഇവനേക്കാൾ എത്ര ഇവനേക്കാൾ എത്ര മാർക്ക് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ ഇവൻ ഏതോ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, സംബഡി മക്കളെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അർജാന്റെ ഒന്ന് ഓഫ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഇന്റർവ്യൂവിന് പോയി നമ്മളെ ഫ്രണ്ടിന് ജോലി കിട്ടിയപ്പോ നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ വരുന്നില്ലേ? അത് അസൂയാണ് അല്ലേ? അവനെങ്ങനെ ഇത് കിട്ടേ, എനിക്കല്ലേ കിട്ടണ്ടേ, അവനേക്കാൾ മാർക്ക് എനിക്കില്ലേ, പ്രാക്ടിക്കലിൽ എനിക്കായിരുന്നില്ലേ മാർക്ക്? ആ ഒരു ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാല് അവിടെ എന്താ സംഭവിക്കുന്നത്? അസൂയ ഇസ് ബാഡ്. കാരണം എന്താ? അത് ടോട്ടൽ നെഗറ്റീവാണ് എനിക്ക് തരുന്നത്. ഇവൻ എങ്ങനെയായി ജോലി കിട്ടിയെന്നുള്ള ചിന്തയാണ് എന്നെ കൊണ്ട് ഞാൻ അത്രക്ക് മോശമാണോ? ഇവന് ജോലി കിട്ടിയിട്ട് എനിക്ക് ജോലി കിട്ടാൻ നിൽക്കാൻ ഞാൻ അത്രക്ക് മോശമാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നതിന് ഇറ്റ് ഈസ് ഡൂയിങ് നെഗറ്റീവ് ടു മീ. ഇൻസ്റ്റഡ് ഓക്കെ, ഇതേ സിറ്റുവേഷൻ നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം. എന്റെ ഫ്രണ്ടിന് ജോലി കിട്ടി, ഓക്കെ, ഇന്റർവ്യൂവിന് പോയി, അവന് ജോലി കിട്ടി. അപ്പൊ ഞാൻ അവനോട് ചോദിക്കാം, എടാ നീ എന്താ ചെയ്തേ? നീ എങ്ങനെ അവരുമായിട്ട് നീ എന്താ ശരിക്കും ചെയ്തേ? എങ്ങനെയാ അത് ചെയ്തേ? വാട്ട് ആർ ദ സ്കിൽസ് ദാറ്റ് യു റോട്ട് ഇൻ യുവർ റെസ്യൂമേ? എന്തൊക്കെ സ്കിൽസ് ആണ് നിനക്ക് ഉള്ളത്? നീ എങ്ങനെ ഇത് ടാക്കിൾ ചെയ്തേ? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നീ എന്താ ചെയ്തേ? നിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരുന്നു? നിന്റെ വോയിസ് മോഡുലേഷൻ എങ്ങനെയായിരുന്നു? നീ എങ്ങനെയാ ഇതൊക്കെ ചെയ്തേ? ഒന്ന് പറഞ്ഞുതരുമോ? അവിടെ എന്താ? യു ആർ ഫീലിംഗ് ഇൻസ്പയർഡ് അല്ലേ? നിങ്ങൾക്ക് ജലസ് തോന്നുന്നുണ്ട്, ലൈക്ക് ഇവന് ജോലി കിട്ടി, അതെങ്ങനെയാ? ഐ വോണ്ട് ടു നോ ഇറ്റ്. യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ ലേണിംഗ്. നിങ്ങൾ പഠിക്കണം, ഓക്കെ, നിങ്ങൾ പഠിക്കണം എങ്ങനെ അവനത് കിട്ടിയത്. അതേപോലെ ഒരാള് ഭയങ്കരമായിട്ട് സമ്പാദിക്കുന്നു. യു ക്യാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അത് കാണാം. ഇവൻ കള്ളക്കടത്തായിരിക്കും ചെയ്തത്, അല്ലാണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാവില്ല. ഷുവർ
ആ രീതിയിൽ എടുക്കാം. സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് ആ ആളോട് ചോദിക്കാം, എടാ നീ പണ്ട് സ്കൂളിലൊന്നും ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ഒന്നും പഠിക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ, നീ എങ്ങനെ ഇവിടെ വരെ എത്തിയേ, നീ എന്താ ചെയ്തേ? അവിടെയും ആക്ച്വലി രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് അസൂയ തന്നെയാണ്. ദാറ്റ് ഈസ്, ഇവൻ എങ്ങനെ അത് നേടിയേ, ഇവനൊക്കെ ഇതെങ്ങനെ കിട്ടിയേ, ഇവനെങ്ങനെ ഇങ്ങനെ മാറിയേ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ വൺ തിങ് ഈസ് യു ആർ ടേക്കിംഗ് നെഗറ്റീവ് ഇൻസൈഡ്, ടോട്ടലി നെഗറ്റീവ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ശരീരത്തിനെയും മനസ്സിനെയും ഹാം ചെയ്യുന്നു. സെക്കൻഡ് തിങ്, നിങ്ങളതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക. അവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഐ ഓൾസോ ക്യാൻ ഡു ഇറ്റ്. അതെങ്ങനെയാ ചെയ്തതെന്ന് പഠിക്കാൻ പോവാണ്. യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഇറ്റ്. അപ്പൊ അത് പോസിറ്റീവായിട്ട് നിങ്ങൾ അസൂയ കൊണ്ടുപോവാണ്. സോ അസൂയ ആസ് സച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ല, നിങ്ങൾ എങ്ങനെയാ അത് പെർസീവ് ചെയ്യുന്നതെന്നാണ് കാര്യം കിടക്കുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ ഓക്കെ, നമ്മള് അസൂയയുടെ സംഭവമൊക്കെ പഠിച്ചു, അത് ഇങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ നമ്മളുടെ അസൂയ മാനേജ് ചെയ്യാം? കാരണം അസൂയ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, നമ്മളെല്ലാവരും മനുഷ്യന്മാരാ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും? ആർക്ക് പറയാൻ പറ്റും? കുറച്ച് എക്സാമ്പിൾസ് എങ്ങനെ മാനേജ് ചെയ്യാം നമുക്ക് അസൂയ. 1, തോട്ട് മാറ്റാം. 2, നമ്മള് അവർക്ക് അസൂയ വെക്കുന്നത് നമ്മളിൽ നിന്ന് നശിച്ചു പോകുന്നു വിചാരിച്ചാൽ മതി. ഗുഡ്. 3, അതിനേക്കാൾ നല്ലത് പക്ഷെ നമുക്ക് വരാനുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പ്രതീക്ഷ വെക്കാം. ഗുഡ്. 4, change the perception as you discuss. Okay, 5th one, boost your confidence. Super. 6th, നിങ്ങൾ തന്നെ അടിപൊളി ആൾക്കാരാണ് കേട്ടോ. All the answers are there in your share with your partner. സൂപ്പർ. അവർ നമ്മളാണെന്ന് വിചാരിക്കുക. ഓ വാവ്, ഇത്ര നല്ല. share with your partners. ഓക്കെ, എന്ത് നമ്മളെ ഈ ഫീലിംഗ് ഷെയർ ചെയ്യാന്നാണോ? yes, because നമ്മൾ അവരായിട്ട് ഒരു കോൺവെർസേഷനിൽ വരുമ്പോ അവരുടെ നമുക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. ബിക്കോസ് അവരുടെ ഉയർച്ചയിൽ നല്ലൊരു ഫ്രണ്ടിനോട് നമ്മൾ തുറന്നു പറയുമ്പോൾ we can open up and they will give us some advice how to manage all these things, because the way you are thinking is totally different. Because രണ്ട് പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ, ഒരാളുടെ എന്റെ പെർസെപ്ഷൻ ആവില്ല എന്റെ ഫ്രണ്ടിന്റെ. അപ്പൊ ആ ഫ്രണ്ട് എനിക്ക് അത് റിവീൽ ചെയ്തു തരും. ഇങ്ങനെ ചിന്തിക്കുമ്പോ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ്. ബിക്കോസ് സംബഡി എൽസ് ഹാസ് ഗൈഡ് us. ഓക്കെ, എങ്ങനെയാണ് നമ്മളത് ചിന്തിക്കേണ്ടത് എന്നുള്ളത് വേറൊരാളുടെ തോട്ടിൽ പറഞ്ഞു തരുമ്പോ നമുക്കത് കൺവിൻസ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. ഗുഡ്. ദാറ്റ് ഈസ് റിയലി അമേസിംഗ് അല്ലേ? അമേസിംഗ്. ഓക്കെ, അബ്ദുള്ള സർ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. സൂപ്പർ. അവരുടെ ഐഡിയ നമ്മൾ ചോർത്തുക. അടിപൊളി. അവരുടെ ആ ഒരു രീതി നമ്മളിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഗുഡ്. സൂപ്പർ. അപ്പൊ ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ഭയങ്കര ലൈവ് ആയിട്ട് ഈ സെഷനിൽ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം all the answers are super. എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ജലസി എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തത്, എനിക്ക് അസൂയ ഉണ്ട് എന്ന് ആദ്യം ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് അസൂയല്ല, എനിക്ക് ആരോടും അസൂയയില്ല. അസൂയ എന്ന് പറഞ്ഞത് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് ആരും പറയരുത്. റെഡിയാണോ? അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? എനിക്ക് അസൂയ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണോ? യെസ്. ആദ്യം അതാ വേണ്ടത്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് അസൂയ ഉണ്ട്, എനിക്ക് അസൂയ തോന്നാറുണ്ട്. ഫസ്റ്റ് തിങ് അക്സെപ്റ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ലൈക്ക് നമ്മുടെ നിങ്ങൾ 3 Idiots മൂവി കണ്ടിട്ടുണ്ടോ? ഹിന്ദി മൂവിയാണ്. 3 Idiots മൂവി കണ്ടിട്ടോ? കുറച്ച് ഓൾഡാ. അതിലൊരു ഡയലോഗ് ഉണ്ട് which is saying ഫ്രണ്ട്സിന് മാർക്ക് കുറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അല്ലെ? നമ്മുടെ സ്വന്തം ഫ്രണ്ട്സിന് മാർക്ക് കുറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കൂലേ? യെസ് ഓർ നോ? അതേ ഫ്രണ്ടിന് നമ്മളെക്കാളും ഭയങ്കര കൂടുതൽ മാർക്ക് കിട്ടിയ എന്താ നിങ്ങൾക്ക് തോന്നാറ്? അതായത് നമ്മളുടെ ഫ്രണ്ടിന് മാർക്ക് കുറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. അയ്യോടാ, എന്റെ ഫ്രണ്ടിന് മാർക്ക് കുറഞ്ഞു പോയല്ലോ. അതേ ഫ്രണ്ടിന് നമ്മളെക്കാളും ഒരുപാട് മാർക്ക് അങ്ങോട്ട് കൂടി പോയാലും വല്ലാത്തൊരു സങ്കട. മാർക്ക് കുറഞ്ഞ സങ്കടമായിരിക്കൂല, വേറെ ലെവൽ സങ്കടമായിരിക്കും അവിടെ കിടക്കുന്നത്. സങ്കടം. അപ്പോ
നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും അസൂയുണ്ട്, നമ്മളെ ഏതൊരു കാര്യത്തിലും നമുക്ക് അസൂയുണ്ട് എന്ന് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു, റെഡി. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ടു മാനേജ് ജലസിനെ മാനേജ് ചെയ്യാൻ പോവാണേ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതായത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പഠിക്കണം. എനിക്കിപ്പോൾ അസൂയ ഉണ്ട്, ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഞാൻ എന്നെക്കുറിച്ച് പഠിക്കണം. എന്നെക്കുറിച്ച് പഠിക്കുന്ന പറഞ്ഞാൽ എന്താ? SWOT അനാലിസിസ് ചെയ്യണം. SWOT അനാലിസിസ് മീൻസ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്. അതായത് നമ്മൾ സ്വന്തത്തിന്റെ കുറിച്ചാണ്. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എൻ്റെ ത്രെറ്റ്സ് എന്തൊക്കെയാണ്. ദാറ്റ് ഇസ് SWOT അനാലിസിസ്. SWOT, SWOT അനാലിസിസ്. ഓക്കെ, നമ്മളുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്, നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, നമ്മളുടെ ത്രെറ്റ്സ് എന്താണ്, എൻ്റെ പാഷൻ എന്താണ്, എൻ്റെ പർപ്പസ് എന്താണ്. ഇത്രയും കാര്യങ്ങൾ എന്നെക്കുറിച്ച് തന്നെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരോട് ഒരു അസൂയം തോന്നൂല. കാരണം എന്താ? കാരണം എനിക്ക് എന്നെക്കുറിച്ച് നല്ലോണം അറിയാം. മറ്റേ ആൾക്ക് അത് വാങ്ങാൻ പറ്റി അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അത് കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യേണ്ട ഒരാളല്ല. ആ ആള് ചെയ്ത സംഭവം ചെയ്യേണ്ട ആളല്ല ഞാൻ വേറൊരാളാണ് എന്ന് എനിക്ക് മനസ്സിലാവുക. നെക്സ്റ്റ് സെക്ഷൻ, കിൽ ഈഗോ. സെറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം നമ്മളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ബെനിഫിറ്റ്? എന്താണ് നമുക്ക് നമ്മളെ കുറിച്ച് കേട്ടില്ല. ഞാനിത് ചെയ്യേണ്ട ആളല്ല, എന്റെ കഴിവ് മറ്റെന്തോ ആണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ പിന്നെ ഇയാള് വേറെന്തോ ചെയ്തിട്ട് എന്തൊക്കെയോ സമ്പാദിച്ച് എന്തൊക്കെയോ വാങ്ങി, ആ സാധനം എനിക്ക് ആവശ്യമില്ല. മറ്റേ വീട്ടില് മേ ബി എന്റെ വീട്ടില് പ്രിന്റർ ഉണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ മുന്നിൽ പ്രിന്റർ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്റെ വീട്ടില് പ്രിന്റർ ഉണ്ട്, അത് എനിക്ക് യൂസ്ഫുൾ ആണ്. എനിക്ക് പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കാൻ യൂസ്ഫുൾ ആണ്. അപ്പുറത്തെ വീട്ടില് ദേ ആർ ഹാവിങ് ഫോട്ടോ കോപ്പി മെഷീൻസ്. അപ്പൊ അയ്യോ, എന്റെ വീട്ടിൽ പ്രിന്ററല്ലേ ഉള്ളൂ, അപ്പുറത്തെ വീട്ടിൽ ഫോട്ടോ കോപ്പി മെഷീൻ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോരെ എനിക്ക്, അല്ലേ? അപ്പുറത്തെ വീട്ടിൽ കിടക്കുന്ന സാധനം എനിക്ക് ആവശ്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും അറിയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് എനിക്ക് അത് ആവശ്യമുണ്ടോ. എനിക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നാച്ചുറലി യു ഹാവ് ടു ട്രൈ. അത് നിങ്ങളുടെ ഗോളായിട്ട് കീപ്പ് ചെയ്തിട്ട് യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ടു യു. കാരണം നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട സംഭവമാണ് നോ യുവർ സെൽഫ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക, എനിക്ക് അസൂയ ഉണ്ട് മക്കളെ. സെക്കൻഡ് പോയിന്റ്, നിങ്ങളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ത്രെഡ്സ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണെന്ന് അറിയാം. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. കാരണം എല്ലാവരും യുണീക്ക് ആണ്. ഓൾ ആർ യുണീക്ക് ഹിയർ, റൈറ്റ്? ഓൾ ആർ യുണീക്ക്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പോറ്റി വളർത്തിയ നമ്മളെ മക്കൾ തന്നെ എല്ലാം ഡിഫറെന്റാ. ഈ ആള് ചിന്തിക്കുന്ന പോലെയല്ല മറ്റേ ആള് ചിന്തിക്കുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് എവ്രിബഡി ഈസ് യുണീക്ക്. അതായത് മത്തിയും അയിലയും രണ്ടും മീനുകളാ, അല്ലേ? മത്തിയും അയിലും രണ്ടും മീനുകളാ, ബട്ട് ദേ ബോത്ത് ആർ ഡിഫറെന്റ്, അല്ലേ? ബോത്ത് ആർ ഡിഫറെന്റ്. രണ്ടും കറി വെക്കേണ്ട രീതി വ്യത്യാസമുണ്ട്, റൈറ്റ്? ബോത്ത് ആർ ലവ്ഡ്. രണ്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഒരു കാരണവശാൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത്, ഏറ്റവും കൂടുതൽ കമ്പാരിസൺ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ടെക്നോളജി. നമ്മൾ ചെറിയ മീനല്ല, ഓക്കെ? ഇവിടെ ടെക്നോളജി വളരും തോറും ദർ ഇസ് സംതിങ് ഹാപ്പണിങ്. നമ്മൾ എത്ര കമ്പയർ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നാലും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മറ്റുള്ളവരെ സ്റ്റാറ്റസ് വരും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓഹ് എന്ത് അടിപൊളി ജീവിതം അവരുത്, എന്റെ ജീവിതമൊക്കെ എന്താണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വരും. വൈ? ബിക്കോസ് നമ്മൾ അവരുടെ സ്റ്റാറ്റസ് നോക്കിയിരിക്കുക, റൈറ്റ്? അവർ ചിലപ്പോ തലേ ദിവസം ആകെ ഒരു പ്രാവശ്യമായിരിക്കും ഒരു പിസ്സ കഴിക്കാൻ പോയിട്ടുണ്ടാവുക. ആൻഡ് യു ആർ വാച്ചിങ് ദാറ്റ് സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസ് നോക്കിയിട്ട് എല്ലാ ദിവസവും ഇവൾക്ക് പിസ്സ, KFC, ഞാനൊക്കെ ഇതൊക്കെ എപ്പോഴാ കഴിക്കുക? പാവ, അത് വർഷത്തിൽ ഒരിക്കലെങ്ങാണ്ടായിരിക്കും പോയിട്ട് കഴിച്ചത്. അത് സ്റ്റാറ്റസ് ഇട്ട് വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ കഴിച്ചൊരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടതായിരിക്കാം. ആൻഡ് വി ആർ ഹിയർ ഇതും വിചാരിച്ചിട്ട് അന്തം വിട്ടിരിക്കുന്നു. നെക്സ്റ്റ് തിങ് ഇസ് റീല്. ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന ഒരു ഫാമിലി ലൈഫും കണ്ടിട്ട് വി ആർ ലൈക്ക്, ഓ വാവ്, വാട്ട് എ വണ്ടർഫുൾ ഫാമിലി, ഓഫ് എന്തൊക്കെ ഫാമിലി, എന്താ ഇത് പടച്ചോനെ എന്നുള്ളൊരു ചിന്ത. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ദാറ്റ് ഇസ് റിയൽ ലൈഫ്.
നമ്മളുള്ളത് റിയൽ ലൈഫിലാണ്. റിയൽ ലൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വാട്ട്സ് എ ഡിഫറൻസ്? എന്താ വ്യത്യാസം? എനിക്ക് പണ്ടൊന്നും ഇത് അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 5-6 വർഷത്തോളം ഐ കുഡ് സീ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അവരുടെ ഫാമിലി ഫുഡ് കഴിക്കുന്നത്, അവർക്ക് കറങ്ങാൻ പോകുന്നത്, അവർ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത്, അവർ ഇവിടെ പോകുന്നത്, അവിടെ പോകുന്നത്. ഐ വാസ് ലൈക്ക് തിങ്കിങ്, ഓ മൈ ഗോഡ്, വാട്ട് എ വണ്ടർഫുൾ ഫാമിലി, വാട്ട് എ വണ്ടർഫുൾ ലൈഫ്, സൂപ്പർ തന്നെ. എന്താ ഇത്, സിനിമയിൽ പോലും കാണൂല ഇങ്ങനത്തെ ഒരു ജീവിതം, എന്ത് രസാ. 5-6 വർഷത്തിന് ശേഷം they got divorced. ഇത്രയും അടിപൊളിയായിട്ട് റിയൽ ലൈഫ് നടത്തിയ ഇവര് ഡിവോഴ്സ് ആയി കണ്ടു. അന്നാണ് എൻ്റെ മൈൻഡ് ഷിഫ്റ്റ് ആയത്. അപ്പൊ ഇതുവരെ കണ്ടതൊക്കെ എന്തായിരുന്നു? പ്രഹസനോ, ആക്ടിങ്. എന്താ സംഭവം എന്നറിയോ? ഞാൻ അവളോട് തന്നെ ചോദിച്ചു, അല്ലടാ ഇത്രയും നിങ്ങളുടെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ കണ്ടപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ സോ ഫാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഡിവോഴ്സ് ആവുമെന്ന്. അപ്പൊ പറയാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. ആ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു ദാറ്റ് വി ആർ എ വെരി ബ്യൂട്ടിഫുൾ ഫാമിലി. അപ്പോൾ ദാറ്റ് ഈസ് റിയൽ ലൈഫ്. ഓക്കെ, നമ്മളുള്ളത് റിയൽ ലൈഫിലാണ്. സോ ഒരിക്കലും മറ്റുള്ളവരെ നോക്കിയിട്ട് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. നമ്മൾ കമ്പയർ ചെയ്യണം. എന്തെന്നറിയാം, ഇപ്പൊ ഞാൻ എന്നെ കമ്പയർ ചെയ്യാറുണ്ട്. 2023 ലൈല അല്ല 2024 ലൈല. അതേപോലെ എനിക്ക് ആഗ്രഹമുണ്ട് 2024 ഉള്ള ലൈല ആയിരിക്കരുത് 2005 ഉണ്ടാവുക. ആ രീതിയിൽ ഓരോ വർഷത്തിലും യു ഹാവ് ടു ബി ചേഞ്ചിങ് ടു എ ബെറ്റർ. അപ്പൊ ഇത് 2024 നമ്മൾ 2025 ആകുമ്പോഴേക്ക് ഇതിനേക്കാളും ബെറ്റർ ആകാൻ നോക്കണം. എന്ന് വെച്ച് ഞാൻ അവളെക്കാളും ബെറ്റർ അല്ല, ഞാൻ ഇന്നുള്ളതിനേക്കാളും ഒരു പടി മേലെ. സോ കമ്പയർ ഓൺലി വിത്ത് യുവർ സെൽഫ്. ഞാൻ അന്ന് എന്തായിരുന്നു, ഇന്ന് എന്താണ്. ഇന്ന് ഞാൻ താഴോട്ടാണെങ്കിൽ ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്, അയ്യോ ഞാൻ താഴോട്ട് പോവുക അല്ലേ, എന്നെ ഒന്ന് പിടിച്ച് പൊക്കി കൊണ്ടുവരണം. സോ ഐ ഹാവ് ടു ഡു മൈ ജോബ്, റൈറ്റ്? അപ്പൊ കമ്പാരിസൺ ഒരിക്കലും പാടില്ല. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താ? എല്ലാവരും വേറെ ലോകത്തെത്തിയോ? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ജലസിനെ എങ്ങനെ മാനേജ് ചെയ്യാമായിരുന്നു. ഫസ്റ്റ് തിങ് അക്സെപ്റ്റിംഗ് ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് എന്തായിരുന്നു? ആരെങ്കിലും നോട്ട്സ് ചെയ്തുണ്ടോ നോക്കട്ടെ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? മനസ്സിലാക്കുക. സൂപ്പർ. തേർഡ് പോയിന്റ് എന്തായിരുന്നു? കമ്പാരിസൺ ഒഴിവാക്കുക. ഇനി ഫോർത്ത് പോയിന്റ് ആണ് ജേർണലിംഗ് ചെയ്യാം. ഫോർത്ത് പോയിന്റ് ആണ് നമുക്ക് ജേർണലിംഗ് ചെയ്യാം. ഇവിടെ ഓൾറെഡി നമ്മുടെ അബ്ദുള്ള സാറാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്യാമെന്ന്. എന്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ കീപ്പ് ചെയ്യുന്നത്? നമ്മുടെ മൈൻഡ് കൂടുതൽ നമ്മുടെ ബ്ലെസ്സിങ്സിലേക്ക് ഫോക്കസ് ആവും. അപ്പോൾ മൈൻഡ് ഷിഫ്റ്റിന് വേണ്ടിയാണത്. അപ്പൊ നമ്മളെ ബ്ലെസ്സിങ്സിനെ ഫോക്കസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽഫ് എസ്റ്റീം കൂടുമല്ലോ. യെസ്, നമ്മുടെ ഹീലോ മൈൻഡ്, ഹീലോ സോൾ, ഡീലോ ലൈഫ് എന്ന് പറഞ്ഞ നമ്മുടെ ഹീലിംഗ് കോഴ്സിൽ നമ്മൾ ഡെയിലി രാവിലെ സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മളുടെ സ്റ്റുഡൻസിന് നമ്മൾ ആദ്യം മെഡിറ്റേഷൻ കൊടുക്കും, അതേപോലെ അഫർമേഷൻസ് കേൾപ്പിക്കും, പിന്നെ ഒരു നല്ലൊരു അഫർമേഷൻ അവരെ കൊണ്ട് എഴുതിപ്പിക്കും. ഒരു 11 പ്രാവശ്യം എഴുതിയിട്ട് 3 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ച് പവർ പൊസിഷൻ എടുത്തിട്ട് പറയിപ്പിക്കും. നെക്സ്റ്റ് തിങ് ഇസ് നമ്മൾ വിഷ്വലൈസേഷന്റെ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്, റീഡിങ്, സ്ക്രൈബിങ്, മൊത്തം എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ വിടുന്നത്. ആൻഡ് അറ്റ് നൈറ്റ് വി ഹാവ് അവർ സെഷൻ. അപ്പോ അത് ത്രൂ കടന്നു പോയപ്പോ, അതായത് ഇതുവരെ ഇത് ജേർണലിംഗ് ഒന്നും ചെയ്യാത്ത ഒരാള് അത് ത്രൂ കടന്നു പോയപ്പോ നമ്മളോട് പറഞ്ഞതാ, വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് മാം. ഇപ്പോ ആരോടും ഇപ്പൊ ദേഷ്യം തോന്നുന്നില്ല, ആരോടും ഒന്നും അങ്ങനെ ഒരു വല്ലാത്ത നെഗറ്റീവ് ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. കാരണം രാവിലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുകയല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ രാവിലെ തന്നെ എഴുതുന്നതിന്റെ ഗുണം എന്താ? മോർണിംഗ് ഇറ്റ് സെൽഫ് നമ്മൾ കുറെ പോസിറ്റിവിറ്റി കൊടുക്കുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ എല്ലാവർക്കും? നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉള്ള ബ്ലെസ്സിങ്സിനെ എഴുതുകയാണ്. അതായത് ഇപ്പോ ഈ ഒരു നിമിഷം നമുക്കുണ്ട്, ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. സൂം നമുക്കുണ്ട്, ദാറ്റ്സ് എ ബ്ലെസ്സിങ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിന്നിട്ട് ഇത്രയും സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ഒക്കെ നടത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പൊ ഓരോ കാര്യത്തിലും യു ക്യാൻ ഫൈൻഡ് യുവർ ബ്ലെസ്സിങ്.
ഇങ്ങനെ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതുമ്പോൾ വി ഈവൻ ടെൽ ദം, ഓക്കെ, നമ്മളെ സ്റ്റുഡൻസ് രാവിലെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടോ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇന്നലെ സംഭവിച്ച എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വൺ ഓഫ് അവർ സ്റ്റുഡൻസ് പറഞ്ഞൊരു സംഭവമുണ്ട്. മാം, ഇന്നലെ ഒരു ബസ്സിൽ കയറി ഒരു ഇഞ്ച് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ബസ് കയറിയപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, കാലൊക്കെ നല്ലോണം കിഴക്കുന്നുണ്ടല്ലോ, ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അത് വിചാരിക്കലും ഹീസ് ടെല്ലിങ് അവിടെ ഒരു സീറ്റ്, അവർക്കായിട്ട് ഒരു പ്രത്യേകം സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ആൻഡ് ഹി കുഡ് സിറ്റ് ദർ ആൻഡ് ഹീസ് ടെല്ലിങ് എനിക്ക് ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റി. ഇതിലൊക്കെ എന്ത് കിടക്കുന്നല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ? ഒരു ബസ്സിൽ സീറ്റ് കിട്ടുന്ന ഇത്ര വലിയ സംഭവമാണോ? അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് ആ രീതിയിൽ ട്രെയിൻഡ് ആയി കഴിഞ്ഞു ടു ഫൈൻഡ് ഗ്രേറ്റ്ഫുൾനെസ് ഇൻ ഈച്ച് ആൻഡ് എവറിത്തിങ്. എല്ലാ കാര്യത്തിലും, സിമ്പിൾ കാര്യത്തിൽ തൊട്ടിട്ട്, അതായത് നമ്മളത് മനസ്സിലാക്കണം. ഏറ്റവും സിമ്പിൾ ആയ കാര്യത്തിൽ പോലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. എത്രത്തോളം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടും. റൈറ്റ്? അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അങ്ങനെയൊക്കെ ട്രെയിൻഡ് ആയി കിടക്കുക ഇപ്പോൾ. ദാറ്റ് ദിയർ മൈൻഡ് ഇസ് സോ മച്ച് ട്രെയിൻഡ്. അപ്പോൾ നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ നമ്മൾ ജേർണലിനോട്, ജേർണൽ എന്ന് പറഞ്ഞ ബുക്കാണ്, നമ്മളെ ബുക്കിനോട് പറയാം, എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അസൂയ തോന്നുന്നുണ്ട്, എനിക്കും അത് വേണമായിരുന്നു, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ഞാൻ അവിടെ എത്തൂലേ. അപ്പോൾ യു ക്യാൻ ജേർണൽ അബൌട്ട് യു. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജേർണൽ കീപ്പ് ചെയ്യാം. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തൂടെ. ആ രീതിയിൽ നിങ്ങൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് തൊട്ടാണോ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, എന്ന് തൊട്ടാണോ ഐ സ്റ്റാർട്ടഡ് ജേർണലിംഗ്, സി ഐ ഹാവ് ഇനഫ് ജേർണൽസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്ന് തൊട്ടാണോ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണലിംഗ്, ദാറ്റ് ഇസ് വെൻ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ആം ഐ, എനിക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായത് ഇസ് വെൻ ഐ സ്റ്റാർട്ടഡ് ജേർണലിംഗ്. അപ്പോൾ ടു മാനേജ് യുവർ ജെലസി, ഫസ്റ്റ് പോയിന്റ് അക്സെപ്റ്റിംഗ്, സെക്കൻഡ് പോയിന്റ് know yourself, third point don't compare yourself, and fourth thing is journaling. And fifth point is communicate openly. ഇവിടെ ഒരു മാം നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സംസാരിക്കുക ഇതിനെ കുറിച്ചിട്ട്. ദേ വിൽ ഗിവ് യു ഐഡിയാസ്. ഓൾറെഡി ആ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക. സിക്സ്ത് ഇസ്, നിങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല, നിങ്ങൾ മാറാൻ തീരുമാനിച്ചു, എനിക്കിങ്ങനെ അസൂയപ്പെട്ടിട്ട് നെഗറ്റീവായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല, ഓക്കെ, നിങ്ങൾ റെഡിയാണ്. പക്ഷെ എന്താണെന്നറിയോ, നിങ്ങളുടെ ആ ഒരു എൻവയറമെന്റ്, ഇവിടെ ബിഗിനിങ് നമ്മളെ ചാറ്റ് ബോക്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അവർ സറൗണ്ടിങ്സ്, അവർ എൻവയറമെന്റ് മേക്ക് us more jealous. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ എൻവയറമെന്റ്, ഇഫ് യു ക്യാൻ ചേഞ്ച് ദ എൻവയറമെന്റ്, ഇനി അത് പറ്റുന്നില്ല, what can you do? Detach yourself from that environment. Best thing, change. ആ ഒരു എൻവയറമെന്റേ മാറ്റുക, ടോട്ടൽ എൻവയറമെന്റ്. മേ ബി നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു കുറച്ച് ആൾക്കൂട്ടം ഉണ്ടാവും, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാവരും, നീ കണ്ടിട്ടില്ലേ അവൾ അങ്ങനെയാണെന്ന്, നിങ്ങൾ കണ്ടിട്ടില്ലേ, അവൾക്ക് ഇതുണ്ട് നീ അറിഞ്ഞിട്ടില്ലേ എന്ന് പറയുന്ന കുറച്ച് ഗ്യാങ് ആയിരിക്കും. ആ ഗ്യാങ്ങേ മാറുക. ലീവ് ദാറ്റ് ഗ്യാങ്. ബിക്കോസ് നിങ്ങൾ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജലസി നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പോകുന്നില്ല. ജലസി യു ആർ ഗോയിങ് ടു ടേക്ക് ഇൻ എ പോസിറ്റീവ് സെൻസ്. അങ്ങനെ ആകുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു, ബി ഇൻ പോസിറ്റീവ് കമ്മ്യൂണിറ്റി. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് കമ്മ്യൂണിറ്റിയിൽ പോകാൻ പാടില്ല. ഓക്കെ, ഇനി സിക്സ്ത് പോയിന്റ് എന്താണ്, സെവൻത് പോയിന്റ് എന്താണ്? ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഹാവ്. ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ യു ഹാവ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന കാര്യം പറഞ്ഞു, അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ബി ഗ്രേറ്റ്ഫുൾ. അപ്പൊ തന്നെ നമുക്ക് ആരോടും ഒരു അസൂയും തോന്നുമായിരിക്കും. സ്റ്റിൽ ഇറ്റ് വിൽ നോട്ട് affect you negatively. You can manage it. Okay. Ninth point ആണ്, eighth point ആണ് celebrate your wins എന്ന് പറയും. Celebrate your wins എന്ന് പറഞ്ഞാല് നമ്മള് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളത്. അതായത് നിങ്ങളിപ്പോ ഒരാള് നല്ലൊരു വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, എങ്ങനെ ഇവള് ഈ വെയിറ്റ് ലോസ് ചെയ്തേ, ഹൗ കുഡ് ഷീ ഡു ഇറ്റ് എന്നുള്ള ഒരു അസൂയ ഇസ് ഗുഡ്. കാരണം എന്താ, നിങ്ങളതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുകയാണ്.
വെൻ യു ടേക്ക് ഇറ്റ് ആസ് എൻ ഇൻസ്പിറേഷൻ യു ആർ ഓൾസോ ഗോയിങ് ടു ഗെറ്റ് മോട്ടിവേറ്റഡ്. നിങ്ങൾ അത് ലേൺ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, എവിടെയോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങളൊരു ഗോൾ വെച്ചിട്ടുണ്ട്. ഐ ഹാവ് ടു ലൂസ് 20 kilos ബൈ ദിസ് ടൈം. ഇത്ര കിലോ എനിക്ക് കുറക്കണം. അപ്പൊ നമ്മൾ ഒരിക്കലും ആ 20 കിലോ കുറഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ എന്നല്ല വിചാരിക്കേണ്ടത്. ഈവൻ വെൻ യു ലൂസ് 1 kilo, അപ്പൊ എന്താ, ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. 1 kilo കുറഞ്ഞാൽ പോലും നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യാം. വേറെ ആരും വന്നിട്ട് ഒന്നും പറയാൻ വേണ്ടി കാത്തു വെക്കരുത്. യു ക്യാൻ ഇറ്റ് സെൽഫ് പാറ്റ് യുവർ സെൽഫ് ആൻഡ് സേ വെൽ ഡൺ ആൻഡ് യു ഗിഫ്റ്റ് യുവർ സെൽഫ്, റിവാർഡ് യുവർ സെൽഫ്. ഓക്കെ, അതാണ് സെലിബ്രേറ്റ് യുവർ വിൻസ്. നമ്മൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ അസൂയ എന്ന് പറഞ്ഞ സംഭവത്തിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മളുടെ അസൂയ കൺട്രോൾ ചെയ്യാൻ. നമ്മൾ ഒരാള് കാറ് വാങ്ങിയിട്ട് കണ്ടു, നല്ല അസൂയുണ്ട്, അക്സെപ്റ്റ് ചെയ്തു, നല്ല അസൂയുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാം? ഓൺ ദ സ്പോട്ട് കാണലോട് കൂടിയിട്ട് റൺ ടു ദ പേഴ്സൺ ആൻഡ് സേ കൺഗ്രാറ്റുലേഷൻസ്, എങ്ങനെയാ, സൂപ്പർ, നീ വാങ്ങിച്ച കാറാണോ, എന്ത് രസാ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യാം. അതേപോലെ അവരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ട് കാണാം, നല്ലൊരു പ്രസന്റേഷൻ ഒക്കെ നടത്തിയിട്ട് കാണാം, നല്ല അടിപൊളി ടോക്കാ, എന്ത് രസമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് പോയിട്ട്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഇവളൊക്കെ എങ്ങനെയാ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്ത് രസമായിട്ടാ ഇവളൊക്കെ, എനിക്കെന്താ ഇത് പറ്റാത്തേ എന്ന് വിചാരിക്കുന്നതിന് പകരം റൺ. കാരണം നമ്മുടെ മൈൻഡിനെ അവിടെ ചിന്തിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴാണോ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് തോന്നിയ ഉടനെ ഗോ ടു ദ പേഴ്സൺ, പെട്ടെന്ന് അങ്ങ് പറയാം കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളിയായിട്ടുണ്ട്, എന്ത് നല്ല പ്രസന്റേഷൻ ആണ്, ഇത്രയും നല്ലൊരു ടോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷം അർപ്പിക്കുക അവർക്ക്. അപ്രീഷിയേറ്റ് ദം ആൻഡ് കൺഗ്രാറ്റുലേറ്റ് ദം. അപ്പൊ തന്നെ നമുക്കൊരു അസൂയ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടല്ലോ, അതിങ്ങനെ താണു വരും. കാരണം എന്താ, ഓൾറെഡി അത് ചിന്തിക്കാൻ, അസൂയപ്പെടാൻ പോകുമ്പോഴേക്കും നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഷിഫ്റ്റ് യുവർ തോട്ട്. അപ്പൊ ദിസ് ഇസ് ഹൗ യു ക്യാൻ ഷിഫ്റ്റ് ഇറ്റ് ഓൺ ദ സ്പോട്ട്. വെനെവർ യു ഫീൽ ജലസ്, ജസ്റ്റ് ഗോ അപ്രീഷിയേറ്റ് ആൻഡ് കൺഗ്രാറ്റുലേറ്റ് ദ പേഴ്സൺ. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറെ ജലസിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ജലസി നല്ലതാണോ മോശമാണോ? നല്ലതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലതാണ് ടു ആൻ എക്സ്റ്റെന്റ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? മോശാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാവർക്കും ജലസി നല്ലതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ജലസി നല്ലതാണ്. നിങ്ങൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊരു ലേണിംഗ് എടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് നല്ലത്, പോസിറ്റീവാണ്. ഓക്കെ, പക്ഷേ അതേ സംഭവത്തിൽ നിന്ന് നിങ്ങൾ ടോട്ടൽ നെഗറ്റീവ് എടുക്കുകയാണ്, ഇതെങ്ങനെ സാധിച്ചു, ഇതെന്താ എനിക്ക് പറ്റാത്ത എന്നുള്ളൊരു ഫീലിംഗിൽ കൊണ്ടുപോവാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം നെഗറ്റീവ്. അപ്പൊ എപ്പോഴും ടേക്ക് ഇറ്റ് ആസ് എൻ ഇൻസ്പിറേഷൻ ആൻഡ് എ സോഴ്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ നമ്മളുടെ അസൂയ നല്ലതായിരിക്കും. റൈറ്റ്? ഓൺ ദാറ്റ് നോട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും അസൂയ എന്താണെന്നും അസൂയ എങ്ങനെയാണെന്നും വന്നതെന്നും അസൂയ എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടെന്നും. ഒരു ക്വസ്റ്റ്യൻ, മറ്റുള്ളവർ നമ്മളോട് അസൂയ എങ്ങനെ വെച്ച് സംസാരിക്കുമ്പോ നമ്മള് എന്താണ് അവിടെ അപ്പൊ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ ഓക്കേന്നൊക്കെ കൊടുക്കും, ബട്ട് അവരോട് ചെറുതായിട്ടുള്ളിൽ ഇവരെന്താ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ എപ്പോഴൊന്നും നല്ലത് പറയൂല. നമ്മൾ എന്ത് കാര്യങ്ങൾക്കും അവർക്ക് അസൂയാണ് തോന്നുന്നത്. അപ്പൊ നമ്മള് എങ്ങനെ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം? ഓക്കെ, ഇപ്പൊ നമ്മള് മാമിന്റെ പേരെന്താ? ഓക്കെ, ഷാക്കിറ മാം ചോദിച്ചിരിക്കുന്നത് മറ്റ് നമ്മളോട് അസൂയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർ നമ്മളോട് അസൂയപ്പെടുന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരെ മാറ്റാനല്ല ജീവിക്കുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് നമ്മളുടെ മാറ്റം കൊണ്ടുവരാം. വൺ തിങ്, ഫസ്റ്റ് തിങ്, നമ്മൾ നമ്മളിലാണ് മാറ്റം കൊണ്ടുവരുന്നത്. വെൻ യു ചേഞ്ച് യുവർ സെൽഫ്, സറൗണ്ടിങ് വിൽ ചേഞ്ച്. വെൻ യു ചേഞ്ച് യുവർ സെൽഫ്, സറൗണ്ടിങ് വിൽ ചേഞ്ച്. അതായത് ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് അസൂയപ്പെട്ട് സംസാരിക്കുമ്പോഴും യു ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്.
നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ്, ആ എൻവയറമെന്റുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഉള്ളത്, നാച്ചുറലി സെക്കൻഡ് ടൈം ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ്. അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ അടുത്തേക്ക് വരൂല. ഡു യു ഫീൽ സോ, ഷാക്കിറ മാം? ഓക്കെ. തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നന്നാക്കാൻ പോയാലേ കാര്യം നടക്കൂല. അപ്പൊ നമ്മൾ നമ്മളുടെ കുറേ ചേഞ്ചസ് കൊണ്ടുവരാം. നമ്മളുടെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ എൻവയറമെന്റ് മാറും. ഇനി ആ എൻവയറമെന്റ് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞ ചേഞ്ച് ദാറ്റ് എൻവയറമെന്റ്. അതായത് നമ്മളുടെ ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടാണ്, അല്ലെങ്കിൽ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ഗ്യാങ് ആണ്, ആ ഒരു ഗ്യാങ് നമുക്ക് ഒഴിവാക്കാം. വേറെ നമ്മളുടെ ഫാമിലി തന്നെയുള്ള കുറെ സംഭവങ്ങളാണ് നമ്മളോട് അസൂയപ്പെടുന്നതെങ്കിൽ just be detached from it, right? So on that note, ഇന്നത്തെ നമ്മുടെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. We are together here. Thank you so much, Salma ma'am. Thank you. Thank you, ma'am. Can I ask you one more? Thank you, ma'am. Thank you. മാം, വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു. Thank അസൂയയുടെ you. വേറൊരു മുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. താങ്ക് യു വെരി മച്ച്. Thank you. ലൈല മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കും മാം, ചോദിക്കും. എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, എസ്പെഷ്യലി നമ്മളെ ചെറിയ കുട്ടികളിലെ അവരൊരു എങ്ങനെയാണ് അവരെ നമ്മൾ അഡ്വൈസ് ചെയ്യുക? ബിക്കോസ് നമ്മളിപ്പോ ഒരു കിൻഡർ ഗാർഡനിൽ പോകുന്ന 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ പോയിട്ട് ഇതുപോലെ കൊച്ചു കമ്പാരിസൺസ് ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ മുന്നിൽ വാശി പിടിക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണ് ഈ അസൂയയിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് എന്താ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുക? അതായത് ആസ് എ പാരന്റ് നമ്മളെ കുട്ടി വേറൊരു കുട്ടി നല്ലൊരു പെൻസിൽ എടുത്തിട്ട് വന്നു. അപ്പൊ വരുമ്പോ നല്ലൊരു ബോക്സ് കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു ഉടുപ്പ് കണ്ടു, അല്ലെങ്കിൽ ടീച്ചർ അവർക്ക് ഒരു സ്റ്റാർ കൊടുത്തു, അങ്ങനെയൊക്കെ വരുമ്പോ അവിടെയാണ് നമ്മൾ അത് എങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാൻ നോക്കാം. അതായത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ അസൂയ ഉണ്ടല്ലോ, ആ ചെറിയൊരു അസൂയ, അതിനെ എങ്ങനെ ഇൻസ്പിറേഷൻ ആക്കി മാറ്റാമെന്ന് നോക്കാം. അതായത് നീ പഠിച്ച് നല്ല കുട്ടിയായി ഇന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിനക്കത് കിട്ടുന്നതായിരിക്കും. അതൊരു ഇൻസ്പിറേഷൻ ആക്കാൻ പറ്റും. അതായത് ആണല്ലേ, അവർക്ക് എന്റെ പൊന്നുമോനെ നമുക്കൊന്നും ഇല്ലടാ, നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, എന്ത് ചെയ്യാനാ, എല്ലാം ഇങ്ങനെയാണ് എന്നല്ല, എങ്ങനെ അതൊരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാം, ആ രീതിയിൽ നമുക്ക് ഫസ്റ്റ് അങ്ങനെ തന്നെ ചിന്തിക്കാം. വൈ? ബിക്കോസ് അത് നമുക്കൊരു നല്ല കാര്യമാണ്. കുട്ടിയിരുന്ന് പഠിച്ചോളും, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോളും, നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പൊ അതൊരു ഇൻസ്പിറേഷൻ ആക്കിയിട്ട് കൊണ്ടുവരാൻ നോക്കാം. താങ്ക് യു ഡിയർ. അപ്പൊ നമ്മളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ഈ ചാറ്റ് ബോക്സിലുണ്ട്, റസീന മാം ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ ചാറ്റ് ബോക്സിൽ. നമ്മളുടെ സെക്കൻഡ് ബാച്ച് ഓഫ് ഹീൽ ഫീൽ ഡീൽ കോഴ്സ് നെക്സ്റ്റ് മന്ത് 12th സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിലേക്ക് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 10 പീപ്പിളിന് ഭയങ്കര പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. സോ പ്ലീസ് ഡു കോൺടാക്ട് ഫോർ നോയിങ് ദ ഓഫേഴ്സ്. 12th സ്റ്റാർട്ട് ചെയ്യും കേട്ടോ, 12th. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ നമ്മളുടെ അസൂയ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ നമ്മൾ രാവിലെ നമ്മളെ സേവേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അതങ്ങോട്ട് ശരിയായി വരും. കാരണം അതിൽ ഒരുപാട് മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യുന്നു, സ്പെഷ്യലി EFT ടാപ്പിംഗ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആക്ച്വലി ഭയങ്കര, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദം. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സോ ഗ്രേറ്റ്ഫുൾ ടു ദം. കാരണം അവർക്ക് നമ്മൾക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ സെൻഡ് ചെയ്ത് തരുമ്പോൾ, മാം ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വിഷമുണ്ടായിരുന്നു, അതൊക്കെ പോയി, ഇപ്പോൾ ഡെയിലി രാവിലെ ഭയങ്കര ഉത്സാഹമാണ്, ഇത് എണീച്ചിട്ട് ഇത് ചെയ്യണ്ടേ എന്നുള്ള ഫീലിംഗ് ആണ് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ യു നോ വാട്ട് ഇസ് ഹാപ്പനിങ് ടു അസ്. നമ്മളും രാവിലെ ചാടി എണീക്കുക. വൈ? കാരണം നമ്മളെ സ്റ്റുഡൻസ് ആ ഒരു എനർജി ഇല്ലേ, അതൊരു വല്ലാത്ത എനർജി. ഇവിടെ ആരും ഉണ്ടോ നമ്മളുടെ ഹീലിംഗ് കോഴ്സിലുള്ളത്? എനിബഡി ഈസ് ഹിയർ? ലൈല മാം പറയോ, വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഹീലിംഗ് കോഴ്സ്? ഞാൻ ചെറിയ അസൂയക്കാരിയായിരുന്നു.
ഇപ്പൊ അസൂയ ഒന്നുമില്ല എന്റെ മനസ്സിലെല്ലാം ബ്ലാങ്ക. നല്ല നല്ല എന്താ പറയണ്ടേ, ഒന്നും മനസ്സിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ്, നെഗറ്റീവ് ഫീലേ വരുന്നില്ല. ഗുഡ് ഗുഡ് ഗുഡ്. അതായത് അസൂയ എന്ന് എല്ലാവരും പറയുന്നത് നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും എന്ന് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടോ? കാരണം അത് നമ്മളെ ഇൻബോൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടോ? ഈ അസൂയ കേട്ടില്ല. വരുമ്പോഴായിരിക്കും മിണ്ടാതിരിക്കുന്നത് അല്ലേ? അസൂയ ഒരു ഒരു തിരക്കുള്ള എല്ലാവരും ഇന്ററാക്ട് ചെയ്തിരിക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമുക്കൊരു സിംറ്റം അല്ലേ? അസൂയയുടെ സിംറ്റം അല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? ചിലപ്പോ അയാളുടെ കുടുംബത്തില് എന്തെങ്കിലും പ്രശ്നം ആലോചിച്ചിരിക്കുന്നതാണെങ്കിലോ? അങ്ങനെ ആകാം. പക്ഷെ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ്, അതായത് വെറും മിണ്ടാതിരിക്കുന്നതല്ല, ചില ബോഡി ലാംഗ്വേജ് ഉണ്ട്. അവരുടെ ഒരു ഐ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനോ ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ. ഇപ്പൊ ഞാൻ പറയാ, എനിക്ക് ഇന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പോൾ ഇഫ് ദ ആറ്റിറ്റ്യൂഡ് ഇസ് സംതിങ് ലൈക്ക്, അതിൽ നിന്നൊക്കെ നമുക്ക് പിടികിട്ടും. കാരണം മിണ്ടാതിരിക്കൽ മാത്രമല്ല, അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കണ്ണിന്റെ ചലനത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് പിടികിട്ടും. നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി കിടക്കുന്നത് അതാ, എങ്ങനെ നമ്മളെ ബോഡിയും വോയിസ് മോഡുലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാം. കാരണം നമുക്ക് ഈ അസൂയൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ പറയാതെ അങ്ങ് പറഞ്ഞു പോകും നമ്മളെ ബോഡി. ഇങ്ങനൊക്കെ ഞാനൊന്നും പറയുന്നില്ലെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളെ ബോഡി കൊടുത്തോളും. ആസ് യു സെഡ്. ഷൈന മാം അല്ലേ പറഞ്ഞേ? അതെ 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 മാം. അത് അവർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോ അവർക്ക് അതിൽ എന്തെങ്കിലും അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ ഫേസിൽ ഒരു മുഖഭാവം മാറും, ഒരു ബ്ലാക്ക് വരും. യെസ്, അതാണ് നമ്മളുടെ മുഖത്തിന്റെയും നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും, എന്താ മലയാളത്തിൽ പറയാ, മുഖം മനസ്സിന്റെ കണ്ണാടി അല്ലേ? യെസ്, അതാണ് സംഭവം. വേറെന്താണ്? വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ഈ സെഷൻ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ സാറ്റർഡേസും നമ്മൾ ഇതുപോലെ അടിപൊളി സെഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഇതേപോലെ നിങ്ങൾ ഗ്രൂപ്പ് നമ്മള് നമ്പർ ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യുമോ മാം? ഒന്നും കൂടിയാ, ഓക്കെ, കാണുന്നില്ലേ? ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളെ ഗ്രൂപ്പ് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടില്ല. ആരാ ചോദിച്ചേ? കേട്ടില്ല കേട്ടോ. കിട്ടി. നമ്പർ ഡിസ്പ്ലേ ചെയ്യുമോന്നാ ചോദിച്ചേ? കിട്ടി. അതെ നമ്പർ ഡിസ്പ്ലേ ചെയ്യുമോന്നാ ചോദിച്ചേ? കിട്ടി. യെസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്, ഇവിടെ നമ്മളെ ഓൾറെഡി ചാറ്റ് ബോക്സിൽ ഏതോ ഒരു സാറ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരൊന്ന് പറഞ്ഞിട്ടായിരുന്നു ലൈല, ഇതുപോലെ സംസാരിക്കാനേ സെഷൻസ് ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്ന്. നമ്മളെ ഷാക്കിറ മാം അല്ലേ പറഞ്ഞേ? ആരൊന്ന് പറഞ്ഞു, ഞാൻ നോട്ട് ചെയ്തില്ല. ഷാക്കിറ മാം? യെസ് മാം, മാമിന്റെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരൊക്കെ ആയിരിക്കും. അവരൊക്കെ നല്ല സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും അടിപൊളിയായിട്ട് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതാണ് കാരണം. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞത് ഒരിക്കലും ഈ അസൂയ എന്ന് പറഞ്ഞ മാതിരി ഈ ജന്മനാല കിട്ടുന്ന ഒരു സംഭവം ഒന്നല്ല. ഓക്കെ, അത് നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം അല്ല. ഇറ്റ്സ് നോട്ട് എ ടാലന്റ്, ഇറ്റ് ഇസ് എ സ്കിൽ. സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിലേക്കും യു ആർ ഇൻവൈറ്റഡ്. നമ്മളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് യു ക്യാൻ നോ അബൌട്ട് അവർ കോഴ്സ്. ഓക്കെ. മനാൽ മാം ഒന്നും കേൾക്കുന്നില്ലല്ലോ, എവിടെയാണ്? അവിടെ ഉണ്ടോ? നമ്മളിപ്പോ 6th ബാച്ചിലുള്ള ഒരാളല്ലേ ലൈല? ഓൾറെഡി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതാണ്. എന്നിട്ടും ഈ ഒരു സ്കില്ലിലേക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബാച്ചിലുള്ള ഒരു ആള്. അപ്പൊ അവർക്ക് ഈ അടുത്തൊരു പ്രസന്റേഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. യെസ്,
31st ഒരു സെഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് വി ആർ ദെയർ ബിഹൈൻഡ് ഹെർ. വേറെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിത്തിങ്? ഇല്ലേ? So shall we wind up the session? Wind up, Rasina? Shall we wind up? Okay, let's wind up the session. Okay. Good night, dears. Thank you so much. See you all next Saturday. Thank you, ma'am. Good night. Thank you. Good night. Thank you, ma'am. Thank you, ma'am. Good Thank night. you, ma'am. Thank you so much. Thank you, super ആയിരുന്നു. Thank you so you. much, dears. Thank you, ma'am. Thank you, Laila, ma'am. Thank you.